ഹലോ ഹായ് ഇറ്റ്സ് മീ മിസ്റ്റർ ക്രിയേറ്റർ ആൻഡ് വെൽക്കം ടു ദ വേൾഡ് ഓഫ് കസ്റ്റമർ സൈക്കോളജി വിത്ത് റിവ്യൂ പാലക്കൽ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നിർത്തിയത് എവിടെയാണെന്ന് വെച്ചാൽ കസ്റ്റമർ സൈക്കോളജിയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 11 ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സിനെ കുറിച്ചായിരുന്നു നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത്. അത് കാണാത്തവരാണ് മസ്റ്റായിട്ട് പഴയ വീഡിയോ പോയി കാണണം, ഞാൻ ഐ സെക്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് എല്ലാവരും കസ്റ്റമർ സൈക്കോളജി മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഭാഗമാണ് ഫേസ്ബുക്ക് ആഡ്സ് അല്ലെങ്കിൽ മെറ്റാ ആഡ്സ് എന്ന് പറയും. അപ്പോൾ ഈ ഒരു ഭാഗത്ത് എല്ലാവരും വിട്ടുപോകുന്ന കസ്റ്റമർ സൈക്കോളജിയിൽ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് നേരിട്ട് നമുക്ക് റിവ്യൂയിലേക്ക് കേൾക്കാം. ഓക്കെ, ഈ മെറ്റാഡ്സിലേക്കൊക്കെ പോണ മുന്നേ അതാണ് നമ്മൾ ഈ എപ്പിസോഡിൽ കംപ്ലീറ്റ്ലി ഡീറ്റെയിൽ ആയിട്ട് മെറ്റാഡ്സ് ചെയ്യുമ്പോൾ മിസ് ചെയ്ത് പോകേണ്ട കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യും. ഈ മെറ്റാഡ്സ് എന്നുള്ളതല്ല, നമ്മൾ ഏത് മാർക്കറ്റിംഗ് പോകണ മുന്നേ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. അത് വാല്യൂ പ്രൊപ്പോസിഷൻ ടേബിളാണ്. ഒരു ടേബിൾ രൂപത്തിൽ നമ്മൾ ബിസിനസ്സിൻ്റെ വാല്യൂ പ്രൊപ്പോസിഷൻ എന്ത് ചെയ്യണം, അനലൈസ് ചെയ്യണം എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ മുന്നേ നമ്മൾ ആസ്ക് വൈ, ലേൺ വൈ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. നമ്മൾ വൈ ഡിഗ് ചെയ്ത് പോകാന്നൊക്കെ പറഞ്ഞ് നമ്മൾ കണ്ടെത്തിയ കുറേ കാര്യങ്ങളുണ്ടല്ലോ. ഇത് നമ്മളൊരു ടേബിൾ രൂപത്തിലാക്കണം. ഈ ടേബിൾ രൂപത്തിലാക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഏതൊരു ബിസിനസ്സിലും, ഇപ്പോൾ നമ്മുടെ ബിസിനസ് ആയിക്കോട്ടെ, നമ്മളിപ്പോൾ ഒരു മാർക്കറ്റാണെങ്കിൽ നമ്മുടെ മുന്നിൽ വരുന്ന ഓരോ ബിസിനസ്സിനും എന്തുണ്ട് വെച്ച് കഴിഞ്ഞാൽ പലതരത്തിലുള്ള വാല്യൂസുകൾ ഉണ്ടാവും. ഈ വാല്യൂസ് പലതരത്തിലുള്ള ഓഡിയൻസും ഉണ്ടാവും. ആ ഓഡിയൻസിന് മുമ്പിൽ ഈ വാല്യൂസ് പറയുമ്പോൾ പലതരത്തിലായിരിക്കും വർക്ക് ചെയ്യുക. ഞാൻ ഉദാഹരണം പറയുകയാണെങ്കിൽ, അതായത് നീ പറഞ്ഞു വരുന്നത് വെച്ചാൽ ഒരു എന്താ പറയുക, ഒരു ടീമിനെ അനുസരിച്ചോളം ഒരാൾക്ക് ഒരു ക്ലയന്റിന് കാണിച്ചു കൊടുക്കുമ്പോൾ അതിൽ കുറെ പ്രൊപ്പോസിഷൻസ് കാര്യങ്ങളുണ്ടാവും. അത് ഓരോരുത്തർക്കും ഓരോ ഡിഫറെന്റ് ആയിരിക്കും. അതൊരു ടേബിൾ രൂപത്തിൽ പ്രസന്റ് ചെയ്യേണ്ട ഒരു സ്ട്രക്ചറാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇതിപ്പോൾ ക്ലയന്റിന് പ്രസന്റ് ചെയ്യാന്നുള്ളതല്ല, അപ്പോൾ നമ്മൾ പേഴ്സണലി നമ്മളെ ബിസിനസ്സിലാണെങ്കിലും നമ്മൾ ചെയ്തിരിക്കേണ്ട ഒരു കാര്യമാണ്. അതായത് നമ്മളെ ബിസിനസ്സിൽ എന്തുണ്ട്, മൾട്ടിപ്പിൾ വാല്യൂസ് ഉണ്ട്. ഈ വാല്യൂസ് ഇപ്പോൾ എൻ്റെ അടുത്തൊരു സാധനം ഉണ്ട്, ഞാൻ നിർമ്മലിന് കൊടുക്കുകയാണ്, വേറെ ആൾക്ക് കൊടുക്കുകയാണ്. ഓരോരുത്തർക്കും അതിന് വേറെ തരത്തിലായിരിക്കും വാല്യൂബിൾ ആവുക. ഞാൻ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാര്യം ക്ലിയർ ആവും. ഇപ്പം എൻ്റെ കയ്യിൽ നല്ല പ്രീമിയം ആയിട്ടൊരു കൺവെൻഷൻ സെന്റർ ഉണ്ട് വിചാരിക്കുക. പ്രോഗ്രാംസ് ഒക്കെ നടത്താൻ പറ്റുന്ന നല്ല സൗകര്യമുണ്ട്, പാർക്കിംഗ് ഉണ്ട്, നല്ല കർവ്ഡ് ആയിട്ടുള്ള ഒരു സ്ക്രീൻ ഉണ്ട്, പിന്നെ അതേപോലെ തന്നെ നല്ല സിറ്റിംഗ് സ്പേസ് ഉണ്ട്, പിന്നെ നല്ല ഫുഡ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള സാധനങ്ങളുണ്ട്. ഇതൊക്കെ നമ്മളെ വാല്യൂസ് ആണ്, നമ്മുടെ മുന്നിലുള്ള ബിസിനസിന്റെ വാല്യൂസ് ആണ്. അതെ, അവിടെ ഒരു പ്രോഗ്രാം നടത്തി കഴിഞ്ഞാൽ കളറാക്കാൻ പറ്റും. ഇനി നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസ് ഡിഫറെന്റ് ആയിരിക്കും. ഇപ്പൊ ബിസിനസ് പീപ്പിൾ ഒരു ടാർഗറ്റ് ഓഡിയൻസ് ആണ്. ഫാമിലി ആയിട്ടുള്ള ഫംഗ്ഷന് വേണ്ടിട്ട് എന്നുള്ള ലെവലിൽ ടാർഗറ്റ് ഓഡിയൻസ്, പൊളിറ്റിക്കൽ പ്രോഗ്രാം ഉണ്ട്, ബിസിനസ് പ്രോഗ്രാം പോലെ തന്നെ ഉള്ള ഒരു സാധനമാണ്. പിന്നെ സ്റ്റുഡൻസ് ഉണ്ട് അല്ലെ, ഒരു ഗെറ്റ് ടുഗദർ പോലെ. അപ്പൊ ഈ സെയിം വാല്യൂ ഇവരോട് പ്രസന്റ് ചെയ്യുമ്പോൾ ഡിഫറെന്റ് ആസ്ക് വൈ ആയിരിക്കും ഉണ്ടാവുക. നമ്മൾ മുന്നേ പറഞ്ഞു. അതായത് ഈ പറഞ്ഞ കൺവെൻഷൻ സെന്ററിന്റെ മെയിൻ ഉദ്ദേശം വന്ന പരിപാടികൾ നടത്താവുന്നതാണെങ്കിൽ കൂടിയും അത് ഓരോരുത്തരെ സംബന്ധിച്ചോളം വേറെ വേറെ കണ്ടീഷൻസ് ആണ്. അതായത് ഒരു ബിസിനസ്മാനെ സംബന്ധിച്ചോളം ബിസിനസ് മീറ്റ്സ് കാര്യങ്ങൾ നടത്താനോ അപ്പൊ അതിന് വേറൊരു സിനാരിയോ ആയിരിക്കും, വേറൊരു കണ്ടീഷൻ ആയിരിക്കും, ഒരു സ്ട്രക്ചർ ആയിരിക്കും കാണിക്കേണ്ടിരിക്കുക. അതേപോലെ സ്റ്റുഡൻസിനെ സംബന്ധിച്ചോളം അതാകുമ്പോൾ ഫെയർവെൽ അല്ലെങ്കിൽ പാർട്ടി കാര്യങ്ങളും അതിന് വേറെ സ്ട്രക്ചർ ആയിരിക്കും. അവിടെയൊക്കെ ഈ ആസ്ക് വൈ എന്നുള്ള സാധനം വേറെ വേറെ ആയിരിക്കും, ഡിഫറെന്റ് ആയിരിക്കും. ഡിഫറെന്റ് സൈക്കോളജീസും ഡിഫറെന്റ് വാല്യൂസ് ആയിരിക്കും അവർക്ക് ഉണ്ടാവുക. ഈ സെയിം സാധനം ഇപ്പോൾ ഈ ഉദാഹരണത്തിൽ തന്നെ ഈ പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ബിസിനസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം അത് ബിസിനസ് ഉണ്ടാക്കാനാണെങ്കിൽ കൂടുതൽ ബിസിനസ് നടക്കുക എന്നുള്ളൊരു ഉദ്ദേശമായിരിക്കും. എന്നാൽ അതേ ബിസിനസ്സുകാരൻ തന്നെ വേറൊരു ഉദ്ദേശത്തിൽ ഉണ്ടാവാം. അതായത് അവരുടെ ടീം മെമ്പേഴ്സിന് ഒരു ട്രീറ്റ് കൊടുക്കുക അല്ലെ. അപ്പൊ അവിടെ ആ ഒരു ടീം വൈബ്, ടീം റിലേഷൻ ഉണ്ടാക്കുക, ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ ഉണ്ടാവും. എന്നാൽ സ്റ്റുഡൻസിന്റെ ഭാഗത്ത് വരുന്ന സമയത്ത് കോളേജ് കഴിയാൻ പോവാണ്, ലാസ്റ്റ് മൊമെന്റ് ആണ്, അത് കളറാക്കണം എന്നുള്ള, മനസ്സിലായല്ലോ, അങ്ങനത്തെ ഡിഫറൻസ് ഉണ്ടാവും. ഇപ്പൊ ഏത് ഉദാഹരണത്തിലും ബിസിനസിനെ സംബന്ധിച്ചോളാണെങ്കിൽ തന്നെ 2-3 ആംഗിൾസ് ഉണ്ടാവും, സ്റ്റുഡൻസിനെ സംബന്ധിച്ചോളം തന്നെ 2-3 ആംഗിൾസ് ഉണ്ടാവും. ഓരോന്നിനും വേറെ വേറെ ആംഗിൾസ് നമുക്ക് അറിയണം. ഇത്ര സാധനങ്ങളൊക്കെ ഒരു ടേബിൾ രൂപത്തിലാക്കി കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ മെറ്റാഡ്സിലേക്ക് കറക്കുന്ന സമയത്ത് നമ്മൾ എന്താ പറയുക, മിക്സഡ് അപ്പ് ആയി പോകില്ല. നമ്മൾ ഇപ്പൊ ഈ പലരും ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ, നല്ല ക്യാപ്ഷൻ അല്ലേ എന്നൊക്കെ പറയും, അല്ലെങ്കിൽ ഇതിനൊരു ക്യാപ്ഷൻ വേണം എന്നൊക്കെ. നമ്മൾ ക്യാപ്ഷൻ മേലാണ് ചിന്തിക്കുന്നത്. അപ്പൊ ക്യാപ്ഷൻ എന്താണ്, ഒരു കമ്മ്യൂണിക്കേഷൻ ആണ്. അപ്പൊ കമ്മ്യൂണിക്കേഷന്റെ ഉള്ളിൽ ഇത് ആരോടാണ്, എന്താണ് അവിടെ വർക്ക് ചെയ്യണത് എന്നുള്ളൊക്കെ ഒരു ടേബിൾ രൂപത്തിൽ നമ്മൾ മുന്നിലുണ്ടെന്നുണ്ടെങ്കിൽ ക്യാപ്ഷൻ ചെയ്താൽ ഭയങ്കര സിമ്പിളാ. അതിലൊരു ഇമേജ്, എന്ത് ഇമേജ് കൊടുക്കണം എന്നൊക്കെ ചിന്തിക്കും. അവിടെ ഒരു ഇമേജ് കൊടുക്കാൻ ഭയങ്കര സിമ്പിളാണ്. കാരണം നമ്മൾക്ക് ക്ലിയർ ആയിട്ട് നമ്മളെ ബിസിനസ്സിന്റെ അകത്തുള്ള വാല്യൂസ് എന്താണെന്നുള്ളതും എന്തുണ്ട് നമ്മളെ കയ്യിലുണ്ട്, ഓഡിയൻസും ഉണ്ട്. സിംപ്ലി ടേബിൾ ആക്കുക എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു എക്സ് ആക്സിസിൽ, അതായത് ടോപ്പിൽ കോളമായിട്ട് ഏതും കൊടുക്കുക. അപ്പൊ ടോപ്പിൽ നമ്മൾ എന്ത് ചെയ്യുക, ഓഡിയൻസ് വെക്കണം. ഇപ്പൊ ഫസ്റ്റ് നേരത്തെ പറഞ്ഞ ഉദാഹരണമാണെങ്കിൽ ബിസിനസ് ഓണേഴ്സ്, സ്റ്റുഡൻസ്, പൊളിറ്റിക്കൽ പാർട്ടി മെമ്പേഴ്സ്, ഇങ്ങനെ ഉണ്ടാവും. ഇപ്പുറത്ത് നേരത്തെ പറഞ്ഞ വാല്യൂസ് വെക്കുകയാണ്. നല്ല സ്ഥലമുണ്ട്, നല്ല എന്താ പറയുക, സെറ്റിംഗ് സ്പേസ് ഉണ്ട്, സ്ക്രീൻ ഉണ്ട്, എ സി ഉണ്ട്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സൈഡിൽ വെക്കുകയാണ്. ഇങ്ങനത്തെ ഓരോ കാര്യങ്ങളും എന്ത് ചെയ്യുക, ഈ കമ്മ്യൂണിക്കേഷനിൽ എന്തായിരിക്കും പറയേണ്ടി വരിക, എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ആസ്പെക്റ്റിൽ ഉള്ളത് എന്നുള്ളത് പറഞ്ഞു തരുന്നത് വെച്ചാൽ, നമ്മളിപ്പോ ഒരു കമ്പനി സംബന്ധിച്ചോളം കുറെ വാല്യൂസ് ഉണ്ടാവും. ആ വാല്യൂസ് ഒരു ടേബിൾ ആക്കണം. ടേബിൾ ആക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വെച്ചാൽ, നമ്മളെ വരാൻ ചാൻസ് ഉള്ള കസ്റ്റമേഴ്സിനെ ആദ്യം ലിസ്റ്റ് ഔട്ട് ചെയ്യുക. അതായത് ഒരു ബിസിനസ് മാൻ ആണെങ്കിൽ ബിസിനസ് ടീം ആണെങ്കിൽ ബിസിനസിന്റെ എന്താ, സ്റ്റുഡൻസ് ആണെങ്കിൽ സ്റ്റുഡൻസ് എക്സാമ്പിൾ വെച്ചിട്ടാണ് പറയുന്നത്.
അതേപോലെ തന്നെ ഫാമിലി ആണെങ്കിൽ ഫാമിലി ഇടുക, അല്ലെങ്കിൽ അങ്ങനത്തെ ലെഫ്റ്റ് സൈഡ് ഇടുക. ഈ ഒരു ലെഫ്റ്റ് സൈഡ് എന്താ ചെയ്യുന്നത് വെച്ചാൽ ഏതൊക്കെ തരത്തിലുള്ള പ്രോഗ്രാംസ് ആയിരിക്കും, അല്ലെങ്കിൽ ഏതൊക്കെയാണെന്ന് നോക്കാം, എന്തൊക്കെ വാല്യൂസ് നമ്മൾ കൊടുക്കണം, എന്തൊക്കെ വാല്യൂസ് ആണ് നമ്മൾ കൊടുക്കുന്നത്. ഈ വാല്യൂസ് ഇവരെ എത്തിക്കണമെങ്കിൽ എങ്ങനെയാണ് നമ്മൾ സ്ട്രക്ചർ ചെയ്യുക. ഇപ്പൊ എന്ത് സാധനങ്ങളും അങ്ങനെ ഉണ്ട് കേട്ടോ. ഇപ്പൊ ചില ബിസിനസ്സിലൊക്കെ ഒരൊറ്റ കാറ്റഗറിക്ക് വേണ്ടിയിട്ട് പൊസിഷൻ ചെയ്ത സാധനങ്ങൾ ഉണ്ടാവും, അവിടെ കുറെ ഓഡിയൻസ് ഉണ്ടാവില്ല. ഇപ്പൊ ബാഗ്സ്, ഞാൻ ഇപ്പൊ അടുത്തൊരു ആഡ് കണ്ടിരുന്നു, അപ്പോൾ ബാഗ്സ് ഫോർ CEOs. അപ്പൊ എന്താണ് സി സ്യൂട്ടിലുള്ള ആൾക്കാർക്ക് വേണ്ടി ഡിസൈൻ, അപ്പൊ നല്ല കോസ്റ്റും ഉണ്ട്. അപ്പൊ അങ്ങനത്തെ ആൾക്കാർക്ക് ബാഗിലൊക്കെ ആ ഒരു സാധനം ഉണ്ടാവുമല്ലോ, ആ ഒരു ക്ലാസിനെസ് കാണിക്കുക, പ്രൊഫഷണൽസ് കാണിക്കുക. അപ്പൊ അങ്ങനത്തെ കേസിൽ കുറെ ഓഡിയൻസ് ഒന്നും ഇല്ല. ഞാൻ പറഞ്ഞത് ഉണ്ടെങ്കിൽ നമ്മളെ ബിസിനസ്സിൽ അങ്ങനത്തെ ഒരു സാധനം ഉണ്ടെന്നുണ്ടെങ്കിൽ ഓഡിയൻസിന് ടേബിൾ ഉണ്ടാവും. പക്ഷെ ഒബ്വിയസ്ലി എന്ത് വേണം, ഡിഫറെന്റ് വാല്യൂസ് ഇവിടെ വെച്ചിട്ട് ആ വാല്യൂ ആ ഓഡിയൻസിന്റെ മുമ്പിൽ പ്രസന്റ് ചെയ്യുമ്പോൾ ഏത് സൈക്കോളജി ആയിരിക്കും വർക്ക് ചെയ്യുക. എക്സാമ്പിൾ ഞാൻ ചോദിക്കാം, ജസ്റ്റ് നമ്മൾ പറഞ്ഞ സ്റ്റേജിൽ പല സിനാരിയോസ് ഉണ്ട്. ഇപ്പൊ സാധാരണ സിനാരിയോസ് ഇല്ലാത്തപ്പോൾ എക്സാമ്പിൾ ചോക്ലേറ്റ്, അതിലെങ്ങനെ അങ്ങനത്തെ രീതിയിൽ നമുക്ക് ചെയ്യാം. ചോക്ലേറ്റ് ചിലപ്പോൾ കോർപ്പറേറ്റ് ബിസിനസ് ഓണേഴ്സിന്റെ മുമ്പിൽ ചോക്ലേറ്റിന്റെ സാധനം കൊടുക്കുമ്പോൾ വേറെ രൂപത്തിലായിരിക്കും. ചെറിയ കുട്ടികളെ മുന്നിലാണെങ്കിൽ കുട്ടികൾ ഒബ്വിയസ്ലി വാങ്ങലുണ്ടാവില്ല, പക്ഷെ കുട്ടികൾക്ക് വേണ്ടി പാരന്റ്സ് വാങ്ങി കൊടുക്കുന്ന ഒരു സെഗ്മെന്റ് ആലോചിച്ച് നോക്കൂ. ഈ നേരെ തിരിച്ച് റൊമാൻറ്റിക് ചോക്ലേറ്റ് ആണ്, ഒരു കപ്പിളിന് ഗിഫ്റ്റ് ആണ് ആലോചിച്ച് നോക്കൂ. ഡിഫറൻസ് ആണ്. ഓരോ പ്രൊഡക്റ്റിലും ഒരു വാല്യൂ ആവില്ല, ചിലപ്പോൾ മിക്കവാറും കുറെ വാല്യൂസ് ഉണ്ടാവും, നമ്മൾ കണ്ടുപിടിച്ച് വെച്ച് ഇതിനനുസരിച്ച്. ഈ ചില വാല്യൂസ് ചില ഓഡിയൻസിലേക്ക് ഭയങ്കര സ്ട്രോങ് കണക്ഷൻ ഉണ്ടാവും. അപ്പോൾ അതനുസരിച്ച് നമ്മളിങ്ങനെ ടാബിൾ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ക്രോസ് ചെയ്ത് നോക്കാം. ബിസിനസ് ഓണറിന് ഈ വാല്യൂ ഇങ്ങനെ താഴത്തേക്ക് ഇടുമ്പോൾ കിട്ടുന്ന കോൾ ഉണ്ടാവുമല്ലോ, അവിടെ ഇത്തരം സാധനങ്ങൾ നമ്മൾ എഴുതി വെക്കുക, ഇവിടെ വർക്ക് ചെയ്യണത് ഇന്നതാണ് എന്നുള്ള സാധനങ്ങൾ ഉണ്ടെങ്കിൽ നമുക്കൊരു ക്ലിയർ പിക്ചർ ഉണ്ടാവും. ഓക്കെ, ഇതാണ് ഫസ്റ്റ് ചെയ്യേണ്ടത്. അതിപ്പോൾ ഈ മെറ്റാഡ്സ് എന്നുള്ളതല്ല, ഏതൊരു ബിസിനസ്സിലും ഇങ്ങനത്തെ ഒരു ക്ലാരിറ്റി നമ്മൾ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ മാർക്കറ്റിംഗുമായി ബന്ധപ്പെട്ടിട്ട് കണ്ടന്റ് ആലോചിക്കുമ്പോഴൊക്കെ ഇതൊരു റെഫറൻസ് ടാബ്ലായിട്ട് നമ്മളെ കയ്യിലുണ്ടാവും എന്നുള്ളതാണ്. അപ്പൊ ഫസ്റ്റ് മെറ്റനെ പറ്റി ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഇതാണ് ഫസ്റ്റ് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഈ പ്രോസസ്. ഫസ്റ്റ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു കമ്പനിയുടെ, നമ്മുടെ ഒരു ബിസിനസിന്റെ ഒരു വാല്യൂസ് ഉണ്ടാവും. ആ വാല്യൂസ് പല ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം പല ഡിഫറെന്റ് ആംഗിൾസ് ആയിരിക്കും. അപ്പൊ ആ ആംഗിൾസ് കണ്ടുപിടിക്കുക, ഓരോരുത്തർക്ക് എങ്ങനത്തെ നമ്മുടെ കുറച്ച് വാല്യൂസ് ലിസ്റ്റ് ഔട്ട് ചെയ്യുക, ഏതൊക്കെ തരത്തിലുള്ള ആൾക്കാരെ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത് വെച്ചാൽ ഈ വാല്യൂസ് ഈ ടാർഗറ്റ് ചെയ്യുന്ന കസ്റ്റമേഴ്സിനെ എങ്ങനെ എത്തിക്കുന്ന തരത്തിലൊരു ടേബിൾ സെറ്റ് ആക്കുക. യെസ്, എക്സാക്ട്ലി. ഇനി നമുക്ക് മെറ്റാഡ്സിലേക്ക് കടക്കാം. മെറ്റാഡ്സ് പറഞ്ഞ വലിയൊരു ഏരിയ ആണ്. നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോണത് ആ ഒരു പെർഫോമൻസ് ആഡിലുള്ള മെറ്റാഡ്സ് ആണ്. ഇപ്പം അവയർനെസ്സിലൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ ടെക്നിക്സുകളും സ്റ്റോറി ടെല്ലിംഗ് സാധനങ്ങളും ഒക്കെ നമ്മൾ പല കാര്യങ്ങളും നമ്മളവിടെ യൂസ് ചെയ്ത് വരണം. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മളിപ്പോൾ ആഡൊക്കെ ചെയ്ത് റിസൾട്ടിൽ ഫോക്കസ് ചെയ്തിട്ട് ആഡ് ചെയ്യുന്ന ഭാഗങ്ങൾ ഉണ്ടാവില്ല, ഒരു ആക്ഷനബിൾ ആയിട്ടുള്ള ആഡുകൾ ഉണ്ടാവും. അതായത് പെർഫോമൻസ് ആഡ്സ് കൃത്യമായിട്ട് ഇപ്പോൾ ഒരു ഇ കൊമേഴ്സ് ആണെങ്കിൽ അവിടുന്ന് സെയിൽസ് നടക്കുന്നുള്ളതായിരിക്കും, വേറെ എന്തെങ്കിലും എൻക്വയറീസ് ആയിരിക്കും, അല്ലെങ്കിൽ ഡാറ്റ ലീഡ്സ്, ലീഡ് ജനറേഷൻ ആഡുകൾ ഉണ്ട്, എന്തോ ആയിക്കോട്ടെ. പെർഫോമൻസ് ആഡിൽ നമ്മൾ കുറെ ഓവറായിട്ട് വളഞ്ഞു കെട്ടാനും പാടില്ല, എന്നാൽ പറയാനുള്ളത് പറയാതിരിക്കാനും പാടില്ല. ഡയറക്റ്റ് പറയുമ്പോൾ യെസ്, ഡയറക്റ്റ് പറയും വേണം, എന്നാൽ ഒരു ബാലൻസ് അവിടെ ഇല്ലെങ്കിൽ, അതായത് നല്ല ഇഷ്ടപ്പെട്ടു ആഡ് പക്ഷെ സ്കിപ്പ് ചെയ്ത് പോയി, ഇങ്ങനത്തെ കണ്ടീഷൻ ഉണ്ടാവും പറഞ്ഞ കാര്യം ക്ലിയർ അല്ലെങ്കിൽ. എന്നാൽ വെറുതെ നമ്മൾ ഇതുണ്ട് ഐഫോൺ സെയിൽസ് എന്നൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ ഒരു ഇമോഷണൽ കണക്ഷൻ്റെ മിസ്സിംഗ് ഉണ്ടാവും. അപ്പോൾ ഒരു ഇമോഷൻ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഒരു എന്താ പറയുക, നമ്മൾ കൊടുക്കുന്ന ഫീച്ചർ ഉണ്ട്, അവിടെ വർക്ക് ചെയ്യുന്ന ഇമോഷണൽ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് രണ്ടിൻ്റെ ഒരു ബാലൻസ് ആണ് ആക്ച്വലി മെറ്റാഡ്സിൽ ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് ഒരു നല്ല സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു മെറ്റ ആഡ് ക്രിയേറ്റീവ്സിൽ 4 പില്ലേഴ്സ് ആണുള്ളത്. 4 പില്ലേഴ്സ് ആണ്. അപ്പം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന സാധനത്തിൽ ഈ 4 പില്ലറും സ്ട്രോങ് ആണെന്നുണ്ടെങ്കിൽ അത് നല്ല റിസൾട്ട് ഉണ്ടാക്കും. ഫസ്റ്റ് പില്ലറാണ് ഹുക്ക് എന്നുള്ളത്, അറ്റൻഷൻ. ഫസ്റ്റ് ഒബ്വിയസ്ലി നമ്മൾ ആദ്യം ഒരാള് നല്ല കണ്ടന്റ് ഉണ്ട് പക്ഷെ ആരും ശ്രദ്ധിച്ചില്ല, ഒരു കാര്യമില്ല. ഹുക്കാണ് ഭയങ്കര ഇമ്പോർട്ടന്റ്. അപ്പോൾ ഹുക്കില് എന്താ പറയാ, പലതരത്തിലുള്ള ഹുക്ക് ചെയ്യിപ്പിക്കാൻ ചിലപ്പോൾ ഈ വിഷ്വൽ ഹുക്ക് ഉണ്ടാവും, ടെക്സ്റ്റിലുള്ള ഹുക്ക് ഉണ്ടാവും, എന്തൊക്കെ നമ്മൾ ചിന്തിക്കണം വെച്ചാൽ ഈ ആഡ് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന ഓഡിയൻസിനെ കൊണ്ട് എങ്ങനെ ഹുക്ക് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. അതായത് ഹുക്ക് ചെയ്താൽ പോരാ, ടാർഗറ്റ് ചെയ്യാൻ ഓഡിയൻസ് വേണം ഹുക്ക് ചെയ്യാൻ. ഇപ്പൊ ഞാനൊരു ആഡ് ചെയ്തു, കുറെ ആൾക്കാർ അറ്റൻഷൻ കിട്ടി, പക്ഷെ ഓരോന്നും എനിക്ക് ആവശ്യമുള്ള ആളല്ല എന്നുള്ള അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. ഓക്കെ, അപ്പൊ ഫസ്റ്റ് പില്ലർ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടാർഗറ്റ് ഓഡിയൻസിന് ഹുക്ക് ആവുന്ന രീതിയിലുള്ള കാര്യങ്ങളിൽ ഉണ്ടാവണം. ഓക്കെ, അത് വിഷ്വലി ഉണ്ട്. ഇപ്പൊ നേരത്തെ പറഞ്ഞ മാതിരി ബിസിനസ് ഓണറിന് ഈ ഹാള് കൊടുക്കുകയാണെങ്കിൽ ആ ബിസിനസ് മീറ്റ് ചെയ്യുന്ന ഒരു ഫോട്ടോ അത് ഹുക്കാണ്. ബുക്കിങ്ങിന് വേണ്ടി ഇപ്പൊ കുറെ സാധനങ്ങൾ ഉണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്, റീൽസിൽ പോലും കണ്ടിട്ടുണ്ട്. അതായത് ഒരാള് വീണ പോലെ കാണിക്കും, ആ സാധനം പലരും ഹുക്കാക്കും. പക്ഷെ നമുക്ക് വേണ്ടത് നമ്മൾ ഉദ്ദേശിക്കുന്ന ടാർഗറ്റ് ഓഡിയൻസിന് കറക്റ്റ് ഹുക്കാവണം. ടെക്സ്റ്റിലുള്ള കുറെ ഹുക്കുകളുണ്ട്. ഇപ്പൊ ഡയറക്ട്ലി ആ ടാർഗറ്റിനെ വിളിച്ചിട്ടില്ല, ആർ യു എ ബിസിനസ് ഓണർ എന്നുള്ള സാധനം ഉണ്ടെങ്കിൽ ആ ഹുക്ക് കഴിയും. അപ്പൊ ഞാൻ ബിസിനസ് ഓണർ ആണല്ലോ, അപ്പൊ ഇത് എനിക്കുള്ളതാണല്ലോ, അതൊരു
ടെക്സ്റ്റിലുള്ള ഹുക്കാണ്. പിന്നെ ഡോണ്ട് മിസ് ദിസ് അതൊരു ഹുക്കാണ്, അല്ലെങ്കിൽ ഡോണ്ട് മിസ് ഫോർ ഇന്ന ആൾക്ക് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഹുക്കാണ്. എന്നിട്ട് അതേപോലത്തെ സാധനങ്ങൾ ഉണ്ടാവും. ഹുക്കുകളിൽ പല തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ ടെക്സ്റ്റ് ബേസ് ചെയ്തിട്ടും. പിന്നെ അപ്പൊ അവിടെ നോക്കേണ്ടതാണ് വെറുതെ റാൻഡായിട്ട് ഹുക്ക് ചെയ്യല്ല, നമുക്ക് ആവശ്യമുള്ള ആൾക്കാർക്ക് ഇത് ഹുക്കാവുന്ന രീതിയിലേക്ക് അത് വന്നാൽ മാത്രമാണ് നമുക്ക് കറക്റ്റ് അതിനൊരു ഉപയോഗം ടേബിളിലെ ആ ഒരു സാധനം വെച്ചിട്ട് ആയിരിക്കണം ഈ ഫസ്റ്റ് സാധനം പ്ലാൻ ആക്കേണ്ടത്. അതെ. അപ്പൊ ഇതിങ്ങനെ വെച്ചിട്ട് ഇതിൽ പൊസിഷനിങ് ഉണ്ട് കേട്ടോ. അപ്പൊ നേരത്തെ പറഞ്ഞു ഗിഫ്റ്റ് ഫോർ സിഇഒ, അവിടെ ബുക്കിംഗ് വരുന്നുണ്ട്. അതെ, ഇപ്പൊ ചോക്ലേറ്റിന്റെ ഒരു ഉദാഹരണം പറഞ്ഞല്ലോ. അപ്പൊ നമ്മൾ റൊമാൻറ്റിക് ആയിട്ടുള്ള ചോക്ലേറ്റ് പറയുമ്പോൾ ഗിഫ്റ്റ് ഫോർ ഹെർ എന്നുള്ള സാധനം ഹുക്കാണ്. ഓക്കെ അല്ലെ, ഹുക്കാണ്, ഗിഫ്റ്റ് ഫോർ ഹെർ. അപ്പൊ എനിക്കൊരു എന്റെ ഒരു ഭാര്യ ഉണ്ട്, അല്ലെങ്കിൽ സാധനം. അപ്പൊ ഞാനിങ്ങനെ ആഡ് കാണുന്ന സമയത്ത് ഗിഫ്റ്റ് ഫോർ ഹെർ എന്ന് കാണുന്ന സമയത്ത് എന്താണ് എനിക്കുള്ളതാണെന്നുള്ളൊരു സാധനം. അതായത് ഗിഫ്റ്റ് ഫോർ ഹെർ ഇപ്പൊ ഒരു സിംഗിൾ ആയിട്ടുള്ള ഹുക്കാവില്ല, ഒരു കമ്മിറ്റഡ് ആയിട്ടുള്ള ആൾക്ക് അത് എങ്ങനെയായാലും ഹുക്കാവും. അപ്പൊ ഇത്തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, ക്രിയേറ്റീവ് ആയിട്ട് വിഷ്വൽ കൊണ്ടോ ടെക്സ്റ്റ് കൊണ്ടോ നമുക്ക് ഹുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളൊരു സാധനം നമുക്ക് വേണം. അതൊരിക്കലും ടെക്സ്റ്റ് തന്നെ വേണമെന്നോ വിഷ്വൽ കൊണ്ട് തന്നെ വേണമെന്നോ അല്ല, ആ സാധനം നമ്മളിൽ ഉണ്ടാവണം ഈ ടാർഗറ്റ് ഓഡിയൻസിനെ ഹുക്ക് ചെയ്യണത്. വീഡിയോ ആകുമ്പോഴും അങ്ങനെ തന്നെ ഫസ്റ്റ് പില്ലർ ഹുക്കാണ്. ഇപ്പൊ ഇതിൽ ആഡ് ഓൺ ചെയ്ത് പറയേണ്ട ഒരു സാധനം എന്താ വെച്ച് കഴിഞ്ഞാൽ, വേറെ തന്നെ സാധനം ഈ പില്ലർ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കണ്ടന്റ് ഒക്കെ സെറ്റ് ചെയ്യുമ്പോൾ ഒരു ഹയറാർക്കി ഉണ്ട്. നമ്മൾ വിഷ്വലി കാണുന്ന ഒരു ഹയറാർക്കി ഉണ്ട്. ടെക്സ്റ്റിന്റെ സൈസ് കൊണ്ടും കളർ കൊണ്ടും. നമ്മൾ ചില ആഡ് ഒക്കെ കണ്ടിട്ടുണ്ടാവും, ഇങ്ങനെ ഒരു പരസ്യം ഉണ്ടോ, നിങ്ങൾ യു റീഡ് ദിസ് ഫസ്റ്റ് ദെൻ ദിസ് ചിലത് ലാസ്റ്റ് വായിക്കുന്നത് ചിലപ്പോൾ മുകളിലുള്ള സാധനങ്ങളാണ് ടെക്സ്റ്റ്. അപ്പോൾ സൈസ് ടെക്സ്റ്റിന്റെ സൈസ് കൊണ്ടും കളർ കൊണ്ടും ഒക്കെ നമ്മൾ ചെയ്ത ഡിസൈൻ നമ്മൾ എന്ത് ചെയ്യണം, വായിച്ചു നോക്കാം. നമ്മൾ എങ്ങനെയാണ് ആദ്യം വായിക്കുന്നത്, വേറെ ആളെ കൊണ്ട് ഇതൊന്ന് വായിച്ചാന്ന് പറയുമ്പോൾ ആ ഓർഡർ ഒക്കെ എടുത്തിട്ട് പറഞ്ഞിപ്പോ നമ്മളിപ്പോ ന്യൂസ് പേപ്പർ വായിക്കാന്ന് വിചാരിക്കുക, നമ്മൾ ഹെഡ്ലൈനിൽ ആദ്യം വായിക്കുക, എന്നിട്ടല്ലേ കണ്ടന്റ് കിടക്കും. ഹെഡ്ലൈൻ ഇമേജ് കണ്ടന്റ് അതേപോലെ തന്നെയാണ് നമ്മൾ ആഡ് പ്ലാൻ ചെയ്യുമ്പോഴും ഓരോ ടെക്സ്റ്റിനും നമ്മൾ ഇമ്പോർട്ടന്റ് കൊടുക്കേണ്ട ടെക്സ്റ്റ് ഹൈലൈറ്റ് ആക്കി കാണിക്കുക, ഇമ്പോർട്ടന്റ് കൊടുക്കേണ്ട ഇമേജ് ഹൈലൈറ്റ് ആക്കി കാണിക്കുക, ബാക്കിയുള്ള ചെറുതാക്കുക. അങ്ങനത്തെ ഒരു ഹൈറാർക്കി നമ്മൾ ഫോളോ ചെയ്യും. എക്സാക്ട്ലി. അപ്പൊ നമ്മൾ ഈ ഹുക്ക് എന്തായിരിക്കണം, ഫസ്റ്റ് വായിക്കുന്ന സാധനമായിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ ഇതിന്റെ ഇടക്ക് പറഞ്ഞത്. അപ്പൊ ഹുക്ക് ഉണ്ട്, പക്ഷെ ലാസ്റ്റാ വായിച്ചത് കാര്യമില്ല. അപ്പൊ ഹൈറാർക്കിക്കലി വിഷ്വൽ ഹൈറാർക്കിയിൽ എന്ത് ചെയ്യണം, ഹുക്ക് ഫസ്റ്റ് കാണുന്ന രീതിയിൽ കളറോ വെച്ചിട്ടോ സൈസ് വെച്ചിട്ടോ ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഫോണിന്റെ സ്റ്റൈൽ വെച്ചിട്ടൊക്കെ അത് ഉറപ്പ് വരണം. ഓക്കെ, ഈ സെക്കൻഡ് പില്ലർക്ക് കിടക്കല്ലേ, റെഡി അല്ലേ? ഓക്കെ, സെക്കൻഡ് പില്ലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേക്ക് ഇറ്റ് ഒബ്വിയസ് എന്ന് പറയും. അതായത് നിന്ന് കഥാപ്രസംഗം പറയാത്ത കാര്യം പറയടാന്ന് പറയില്ല നമ്മള് നാടൻ ഭാഷയില്. അതായത് എല്ലാം പറഞ്ഞിട്ടുണ്ടാവും. ഇപ്പൊ ഗിഫ്റ്റ് ഫോർ ഹെർ എന്നൊക്കെ ഉണ്ടാവും, ഒരു കണ്ടിട്ട് ഇങ്ങനെ സർപ്രൈസ് ചെയ്ത് നിൽക്കണ വിഷ്വലൊക്കെ കൊടുത്തിട്ടുണ്ടാവും, ഇമോഷണൽ കണക്ഷൻ ആ സാധനങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ അതിൽ എവിടെ ചോക്ലേറ്റ് ആണെന്നുള്ള ഉണ്ടാവില്ല. സംഭവം മനസ്സിലായോ? അതായത് നമ്മൾ ഹുക്ക് ചെയ്തു, പക്ഷെ കണ്ടന്റ് മാത്രം നമ്മൾ പറഞ്ഞില്ല. അത് പലപ്പോഴും പല ആഡിലും മിസ് ചെയ്യുന്ന സാധനമാണ്. ആഡിൽ നല്ല അടിപൊളിയായി ഉണ്ടാവും, പക്ഷെ ആക്ച്വലി എന്താണ് വാട്ട് ദ ഹെൽ ആർ യു സെല്ലിംഗ് എന്നുള്ളൊരു ചോദ്യത്തിനുള്ള ഉത്തരം കിട്ടണം. എന്താണ് ആക്ച്വലി നിങ്ങൾ വിൽക്കാൻ ശ്രമിക്കണം എന്നുള്ളത് അത് മിസ്സിങ് ആയിക്കാരം പലപ്പോഴും. കാരണം ഒക്കെ ചെയ്തു വരുന്ന സമയത്ത് അത് മിസ് ആയിക്കാരം. ഒരു പൊസിഷൻ സ്റ്റേറ്റ്മെന്റ് ആയിട്ടോ എന്തെങ്കിലുമൊക്കെ, ഇപ്പം ഒന്നെങ്കിൽ പ്രൊഡക്റ്റിന് ഇമേജ് കൊടുക്കാം, അല്ലെങ്കിൽ ടെക്സ്റ്റ് ആയിട്ട് കൊടുക്കാം. സർവീസിലൊക്കെ ചിലപ്പോൾ ടെക്സ്റ്റ് ആയിട്ട് കൊടുക്കാം. ഇപ്പോൾ ഡോർ സ്റ്റെപ്പ് ഡെലിവറി അല്ലെങ്കിൽ ഡോർ സ്റ്റെപ്പ് റിപ്പയറിംഗ് ഇൻ ദുബായ്, ഡോർ സ്റ്റെപ്പ് മൊബൈൽ ഫോൺ റിപ്പയറിംഗ് ഇൻ ദുബായ് നമ്മളൊരു ആഡിൽ ചെയ്ത സാധനം. അപ്പൊ അതുണ്ടെങ്കിൽ അത് ഒബ്വിയസ് ആണ്, ഇതാണ് ഓക്കെ ഇവരെ ബിസിനസ് ഇതാണെന്നുള്ളൊരു സാധനം അവിടെ ഉണ്ട്. ആ ടെക്സ്റ്റ് കാണുന്ന രീതിയിൽ ഒരു സെക്കൻഡ് തേർഡ് ഹൈറാർക്കിയിലൊക്കെ അവിടെ വേണം, അത് ഒബ്വിയസ് ആയിരിക്കണം. സെക്കൻഡ് നീ പറഞ്ഞിരുന്നത് ആ ഒരു സാധനം ഒബ്വിയസ് ആയിട്ട് നമ്മൾ കാണണം. അതായത് നമ്മൾ ഫസ്റ്റ് എന്താ ചെയ്തത്, ജസ്റ്റ് എന്താണ് ഹുക്കിംഗ് മാത്രം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തത്. പക്ഷെ സെക്കൻഡ് പില്ലർ എന്ന് പറഞ്ഞാൽ ഹുക്കിംഗ് മാത്രം പോരാ, അത് എന്താണെന്നുള്ളത് ഡയറക്റ്റ് കസ്റ്റമേഴ്സിന് എത്തിക്കാൻ. എന്ത് സാധനമാണ് നിങ്ങൾ സെല് ചെയ്യുന്നത് അത് എത്തിക്കാൻ ഒന്നെങ്കിൽ ടെക്സ്റ്റ് രൂപത്തിലോ അല്ലെങ്കിൽ ഇമേജ് രൂപത്തിലോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രൊഡക്റ്റിന്റെ ഇമേജ് ആയിട്ടോ കൊണ്ടുവരണം. അതെ, എക്സാക്ട്ലി. അപ്പൊ ഈ സാധനമാണ് സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ഒരു പില്ലറാണ്. എന്താണ് ആക്ച്വലി അത് എന്നുള്ളത് പൊസിഷൻ സ്റ്റേറ്റ്മെന്റ് രൂപത്തിലോ ഒക്കെ എന്ത് ചെയ്യണം, കൊടുക്കണം. ഇപ്പൊ സിഇഒ ബാഗ്സ് എന്നുള്ളതും ഒരു തരത്തിൽ അതാണ് ആണെന്നുള്ളത്. അപ്പൊ ഹുക്കിലേക്കും പറ്റും ഇതിലേക്കും പറ്റും. നമ്മളിതിൽ അത് ഉണ്ടോ എന്നുള്ളത് നോക്കിയാൽ മതി. ചിലപ്പോൾ ഹുക്കായിട്ടും ഇതായിട്ടും ഒന്ന് വർക്ക് ചെയ്യുന്നുണ്ടാവും, ഓക്കെയാണ്, നോ ഇഷ്യൂസ്. ഹുക്ക് ഉണ്ടോ ഒബ്വിയസ് ആണ്, ഇതാണ് നോക്കേണ്ടത്. രണ്ടും വേറെ ആവണമെന്ന് യാതൊരു നിർബന്ധമില്ല, പക്ഷെ അത് ഒബ്വിയസ് ആയിരിക്കണം. ഇതാണ് ആക്ച്വലി വെക്കണം എന്നുള്ളത് ഈ പെർഫോമൻസ് ആഡിന്റെ കേസിൽ ഒബ്വിയസ് ആയിരിക്കണം. ഇതൊന്നും അവയർനെസ് ആഡിന്റെ ഭാഗത്തില്ല. അവയർനെസ് ആഡിൽ ഇതൊക്കെ ബ്രേക്ക് ചെയ്യും കേട്ടോ. ഇപ്പൊ ക്യൂരിയോസിറ്റി ക്രിയേറ്റ് ചെയ്യുന്ന ആഡ്, ഇതൊക്കെ കാര്യങ്ങളൊക്കെ അവയർനെസ് ആഡ് മെയിൻ ആയിട്ട് നമ്മുടെ ബ്രാൻഡിനെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതലും സെറ്റ് ചെയ്യുക. ഇതല്ല, നമ്മൾ ആക്ഷൻ എടുപ്പിക്കുന്നതായതുകൊണ്ടാണ് ഇവിടെ ബാക്കിയുള്ള കാര്യങ്ങൾ കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല. അതെ. ഈ മൂന്നാമത്തെ പില്ലർ, ഓക്കെ, മൂന്നാമത്തെ പില്ലറിന്റെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ആഡൊക്കെ ചെയ്യുമ്പോൾ ഇ കൊമേഴ്സിലൊക്കെ ചെയ്യുന്ന സമയത്ത് നല്ല ആഡ് സ്പെൻഡ് ഒക്കെ ഉണ്ടാവുമല്ലോ. അതിന്റെ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്ട്രൈറ്റ് ആയിട്ട് നമ്മളെ കാര്യം പറഞ്ഞു, ഓക്കെ ഒരിക്കൽ കൺസിഡർ ചെയ്യണോ വേണ്ട എന്നുള്ളത് ഓരോ തീരുമാനം. അപ്പോൾ ഇത് കൂട്ടാൻ വേണ്ടിയിട്ട് കൂടുതൽ നമ്മളുടെ തന്നെ റിസൾട്ട് കൂട്ടാൻ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ് ഇമോഷണൽ ആയിട്ടുള്ള കണക്ഷൻ ഉണ്ടാക്കുക എന്നുള്ള കാര്യമൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആഡിൽ അത് വേണമല്ലോ, ഇമോഷണൽ കണക്ഷൻ വേണം. ഇതിൽ ഒരു പാരഡോക്സ് പോലെ സംഭവിക്കുന്നത് വെച്ചാൽ നമ്മൾ
ഓവറായിട്ട് ഇമോഷൻ കണക്ഷന് വേണ്ടി സാധനങ്ങൾ കുത്തി നിറച്ച് കഴിഞ്ഞാൽ ഈ ഒബ്വിയസ് ആയിട്ട് പറയണ്ട ശരിക്കും നമ്മളെന്താ വെക്കണെന്ന് പറഞ്ഞ സാധനം ഹൈഡായി വരും. മനസ്സിലായി. അതായത് ഓവറായിട്ട് ഇമോഷണൽ അതിൽ കൊടുക്കാതിരിക്കുക. അത് കൊടുക്കാൻ എന്റെ എക്സ്പീരിയൻസ് ഞാൻ സജസ്റ്റ് ചെയ്യുന്ന സാധനം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വിഷ്വലി കൊടുക്കുക. വിഷ്വലിന്റെ ഒരു ഇമ്പോർട്ടൻസ് നമ്മൾ ആർട്ടൊക്കെ കണ്ടിട്ടില്ലേ ചില സാധനം. ഇപ്പൊ മൊണാലിസിന്റെ ഫോട്ടോ ഒക്കെ ഓരോരുത്തർക്ക് നോക്കുമ്പോൾ ഓരോ സാധനം വിഷ്വൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള സാധനമാണ്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഒരു എൻഡ് റിസൾട്ട് ഒരു എന്താ പറയാ ഇമോഷണൽ ആയിട്ടുള്ള ഒരു ബെനിഫിറ്റ് ഉണ്ടാവില്ല, ഒരു എൻഡ് റിസൾട്ട്. ആ റിസൾട്ട് നമുക്ക് വിഷ്വലി കൊടുക്കാൻ പറ്റി കഴിഞ്ഞാൽ അവിടെ എന്തുണ്ട്, ഇമോഷണലി കണക്ഷൻ വരുന്നുണ്ട്, ഹുക്ക് ചെയ്യുന്നുണ്ട്, അങ്ങനെ എല്ലാം പറഞ്ഞാല് നമ്മള് ഓവർ കണ്ടന്റ് അല്ല ഉദ്ദേശിക്കുന്നത്. ഓവർ കണ്ടന്റ് കൊടുക്കാതെ ആ കണ്ടന്റിൽ ഉദ്ദേശിക്കുന്ന സാധനം നമ്മൾ ഔട്ട് എന്ന രീതിയിൽ ഇമേജ് പ്രകാരം കൊടുക്കുക. ഇത് എക്സാമ്പിൾ പറയുന്നത് ഇപ്പൊ നമ്മളിപ്പോ നേരത്തെ പറഞ്ഞ പോലെ 200 ലെവലാണെങ്കിൽ ആ ഇമോഷൻ കൊടുക്കുന്നത് ആ ഗിഫ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ആ പെൺകുട്ടി എന്താവും എക്സ്പീരിയൻസ് ചെയ്യണത്, ആ ഇമോഷൻ ആ ഇമേജിൽ കൊടുത്താൽ പറ്റിയ അത് കണക്ട് ആവും. എക്സാക്ട്ലി. അപ്പൊ ആ ചോക്ലേറ്റിന്റെ ഫോട്ടോയും ഉണ്ട്, ആ സർപ്രൈസിങ് അത് ചിലപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ടാവും. പിന്നെ അതല്ലാതെ നമുക്ക് ഈ ബെഡ് മാട്രസിന്റെ പരസ്യം സ്ഥിരം കാണുന്ന ഒരു ഉദാഹരണം പോലെ എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. അതിലിങ്ങനെ നല്ല ബേബിയൊക്കെ പോലെ സമാധാനത്തിൽ കിടന്നുറങ്ങുന്ന ഒരു ഫോട്ടോ ആണ് സ്ഥിരം കൊടുക്കുക. ഇതെന്തിനാണ്, ഇമോഷണലി ഹുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആ കണക്ഷൻ കിട്ടും. ചില സാധനങ്ങളൊക്കെ അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് യൂസ് ചെയ്യേണ്ടത് സ്റ്റിൽ അത് വർക്ക് ചെയ്യണം എന്നുള്ളതുകൊണ്ടാണ്. അത് എല്ലാത്തിലും ഉണ്ടാകുന്ന ഫോട്ടോ, പക്ഷെ അങ്ങനെയല്ല, ഇമോഷണലി അത് വർക്ക് ചെയ്യുന്നുണ്ടാവും. അപ്പൊ ഇത്തരം നമ്മളുടെ ബിസിനസ്സിൽ ഇങ്ങനെ ഇമോഷണലി കിട്ടുന്ന ഇവർ B2B ആംഗിളിലൊക്കെ ആണെങ്കിൽ ഇങ്ങനെ റിലാക്സ് ചെയ്തിരിക്കുന്ന ഒരാള്, ബിസിനസ് മാന് ഭയങ്കര റിലാക്സ്ഡ് ആയിട്ട് സാറ്റിസ്ഫൈഡ് ആയിട്ട് നിൽക്കുന്ന ഒരു ബിസിനസ് മാൻ ആ ഫോട്ടോയിൽ ഉണ്ടെന്ന് വിചാരിക്കുക. നമ്മൾ ഹുക്കായിട്ട് ഇതിന്റെ റിസൾട്ട് നമ്മൾ പറയണേ എന്താ പറയാ സ്കെയിൽ യുവർ ബിസിനസ് 2x അങ്ങനത്തെ സാധനങ്ങൾ കണ്ടിട്ടില്ലേ. അപ്പൊ അതിലൂടെ എന്താ പറയാ സ്മൂത്ത് ആയിട്ടുള്ള ബിസിനസിനെ കൊണ്ടുപോകാം. B2B ആഡിലൊക്കെ അങ്ങനെ സാധനങ്ങൾ ഉണ്ടാവും. അപ്പോൾ വിഷ്വലി നമ്മൾ അതിന്റെ എൻഡ് റിസൾട്ടും ഹുക്ക് ചെയ്യാനൊരു സാധനവും എന്താണ് ആക്ച്വലി എന്നുള്ള ഒരു സംഭവം ടെക്സ്റ്റ് വന്നു കഴിഞ്ഞാൽ ഈ 3 പില്ലേഴ്സ് ആയി. ഓക്കെ, ഹുക്ക് ചെയ്യാനുള്ള കണ്ടന്റ് എന്താണ് ഇതിൽ ഉള്ളത്, സാധനം കൊടുക്കുന്നതിന്റെ ക്യാപ്ഷൻസ് അല്ലെങ്കിൽ ഇതിൽ ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നത്, പിന്നെ ഇമോഷൻസ് ഇമേജിലോ അല്ലെങ്കിൽ വാക്കിലോ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി നാലാമത്തെ ഫൈനൽ പില്ലറാണ്. എല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, ഇനി ഞാനെന്താ വേണ്ടെന്നുള്ളൊരു ചോദ്യം കാണുന്ന ആൾക്കാർ ഉണ്ടാകാൻ പാടില്ല. ഓക്കെ, ഞാൻ പറയാം കോൾ ടു ആക്ഷൻ. യെസ്, കോൾ ടു ആക്ഷൻ. എല്ലാം ഓക്കെയാണ്. ഓക്കെ എന്നാ ശരി, സലാം. അങ്ങനെയാണ് CTA ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. പല ആഡ് നല്ല പെർഫോമിംഗ് ആയിരിക്കും, പക്ഷെ റിസൾട്ട് കുറയാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വാട്ട്സ് നെക്സ്റ്റ് എന്നുള്ളത് ക്ലിയർ ആയിരിക്കില്ല. എല്ലാവർക്കും അറിയാം ഓക്കെ ഇതുവരെ വെക്കണതാണെന്നൊക്കെ അറിയാം, പക്ഷെ ഓക്കെ വിട്ടുപോയിട്ടുണ്ടാവും. ഇപ്പോൾ ഒരു ഇ-കൊമേഴ്സ് ആഡിൽ നല്ല ചോക്ലേറ്റ് ഉണ്ട്, ഇതുണ്ട്, ഇതൊക്കെ ഉണ്ട്, ഒക്കെ അറിയാം. ഓക്കെ, അത്ര ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ലല്ലോ. ഇനി അതിന്റെ താഴത്തെ ഒരു CTA ഉണ്ടെന്ന് വിചാരിക്കുക, ക്ലെയിം 20% ഓഫ് എന്നുള്ള ഒരു സാധനം ഉണ്ടെങ്കിൽ അവിടെ CTA വന്നു, ഇത് ക്ലിക്ക് കഴിഞ്ഞാൽ എനിക്ക് 20% ഓഫ് കിട്ടും. അവിടെ ഒരു ക്ലിയർ പർപ്പസ്, ഒരു കോൾ ടു ആക്ഷൻ ഉണ്ടാവുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കോൾ ടു ആക്ഷനിൽ ഡിസ്കസ് ചെയ്യുന്ന ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് എക്സ്പെരിമെന്റ് ചെയ്യണം. ഒരേ സാധനത്തിൽ തന്നെ ഡിഫറെന്റ് കോൾ ടു ആക്ഷൻ വെച്ചിട്ട് ഏതിനാണ് റിസൾട്ട് നോക്കണം. റിസൾട്ട് ക്ലിക്ക് ചെയ്യണത് മാത്രമല്ല കൺവേർട്ട് ചെയ്യുന്നിടത്തും കൂടെ ആ റിസൾട്ട് നോക്കണം, അത് ത്രൂ സെയിൽ വരുന്നുണ്ടോ. ഡിഫറെന്റ് ആയിട്ടുള്ള കാൽക്കുലേഷൻസ് ട്രൈ ചെയ്ത് നോക്കുക, അതിന് എത്രത്തോളം ഏതെന്നാണ് നല്ല റിസൾട്ട് വേണം നോക്കുക, അതിനനുസരിച്ച് എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കണം. ഇനിയിപ്പോ ഇങ്ങനത്തെ ഇ-കൊമേഴ്സ് കാര്യങ്ങളൊന്നുമില്ല, നമ്മളിപ്പോ എൻക്വയറി വന്ന് ലീഡ്സ് കാര്യങ്ങളിലൊക്കെ ആണെങ്കിൽ നമ്മൾ ചിലപ്പോൾ എല്ലാ ആൾക്കാരെയും വിളിച്ച് സംസാരിക്കലൊക്കെ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഒരു ഡെമോ നമ്മളൊരു വീഡിയോ ഒരു ടൈമിലേക്ക് ഫിക്സ് ചെയ്യാണ്, ഷെഡ്യൂൾ ചെയ്യാണ്. ഇങ്ങനത്തെ കേസിലൊക്കെ അതായത് ആഫ്റ്റർ എൻക്വയറിയുള്ള സുഖമൊക്കെ നോക്കിയിട്ടും ഇവിടെ മാറ്റി കൊടുക്കണം. അത് ഇംപ്ലിമെന്റ് ചെയ്ത് തുടങ്ങുന്ന സമയത്ത് പിന്നീടുള്ള സൗകര്യങ്ങൾ നോക്കിയിട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, CTA മാറ്റിക്കൊണ്ടിരിക്കണം. അപ്പൊ നമ്മള് ഒരു റൗണ്ട് ടേബിൾ ബുക്കിംഗ് ഒക്കെ ചെയ്തല്ലോ. അതായത് ഇപ്പം പറഞ്ഞു വരുന്നത് എങ്ങനെ വെച്ചാൽ നമ്മൾ കൊടുക്കുന്ന CTA ഇമ്പോർട്ടൻസ് ആയിട്ട് നോക്കേണ്ട കാര്യങ്ങൾ വെച്ചാൽ അത് ചിലപ്പോ നമുക്ക് ഇ-കൊമേഴ്സിനെ കഴിച്ചാൽ ഡയറക്റ്റ് ഷോപ്പ് നൗ ബൈ നൗ 20% അങ്ങനെ കൊടുക്കാൻ പറ്റും. പക്ഷെ ലീഡ് ക്യാമ്പയിൻസ് പറഞ്ഞ സംഭവങ്ങളുണ്ട്, അതായത് ലീഡ് ജനറേറ്റ് ചെയ്യുക, ഒരു എൻക്വയറി ജനറേറ്റ് ചെയ്യുക. അവിടെ വെച്ചാൽ ഡയറക്റ്റ് അവർക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അവർക്ക് റിപ്പീറ്റഡ് ആയിട്ട് ഇത് എന്താണെന്ന് പറഞ്ഞു കൊടുക്കണേക്കാട്ടി കുറച്ചും കൂടി എളുപ്പത്തിൽ ഒരു ലാൻഡിംഗ് പേജ് പോലെ കൊടുത്തിട്ട് ആ ലാൻഡിംഗ് പേജിൽ ഇമ്പോർട്ടൻസ് സാധനങ്ങൾ കവർ ചെയ്യണ പോലെ അല്ലെങ്കിൽ വീഡിയോസ് പോലെ അല്ലേ. അങ്ങനത്തെ കേസ് ഉണ്ടാവാം, പലതും ഉണ്ടാവാം. ചിലപ്പോൾ ഒരു മീറ്റിംഗ് ഷെഡ്യൂൾ ചെയ്യാന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, ബുക്ക് മീറ്റിംഗ് അങ്ങനെ കൊടുക്കാം, എന്നിട്ട് ഷെഡ്യൂൾ മീറ്റിംഗ് അങ്ങനെ കൊടുക്കാം. ഡിഫറെന്റ് സാധനങ്ങളാണല്ലോ. അല്ലെങ്കിൽ എന്താ പറയാ ഇപ്പൊ കോഴ്സ് വിൽക്കുന്ന ആൾക്കാരൊക്കെ കേസിലൊക്കെ എൻറോൾ നൗ എന്ന് കൊടുക്കും. ഇനിയിപ്പോ അത് നമുക്ക് തോന്നുകയാണ് ഇതിപ്പോ നേരെ എന്ത് ചെയ്യണം, നേരെ പേയ്മെന്റ് പേജിലേക്കാണ് പോകുന്നത്. അപ്പൊ നമുക്ക് തോന്നുന്നത് അങ്ങനെ ആകുമ്പോൾ റിസൾട്ട് ഇല്ല, ക്ലിക്ക് വരുന്നുണ്ട് റിസൾട്ട് ഇല്ല. അപ്പോൾ കുറച്ചും കൂടെ കൺവേർട്ട് ചെയ്യണം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, എന്താ പറയാ മെസ്സേജ് അല്ലെങ്കിൽ വാട്സപ്പ് ഹായ് ടു ഗെറ്റ് ആ സാധനങ്ങളുണ്ടോ. നമുക്ക് അപ്പോഴും നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം നേരെ പേയ്മെന്റിലേക്ക് കൊണ്ടുപോകുന്ന രീതിയിലാക്കാം. ഇനി അതല്ല എന്നിട്ട് പേയ്മെന്റ് നടക്കണില്ല, അപ്പൊ നമുക്ക് എന്താ പറയാ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് മെസ്സേജ് അയക്കാം. അതായത് ഈ CTA നമുക്ക് എന്ത് ചെയ്യണം,
മാക്സിമം അവരെ സംബന്ധിച്ചിടത്തോളം ലീസ്റ്റ് ഫ്രിക്ഷൻ ഉള്ളതായിരിക്കാം. വലിയൊരു സ്റ്റെപ്പ് എടുക്കാൻ ആൾക്കാർ മടിക്കും. ഇപ്പൊ നല്ലൊരു വാല്യൂ ഉള്ള സാധനമാണെങ്കിൽ ഒറ്റയടിക്ക് ചിലപ്പോൾ പേയ്മെന്റ് ചെയ്യുന്നുണ്ടാവും, പക്ഷെ അത് അത്ര വാല്യൂ ഉള്ള സാധനം അവർക്ക് ഫീൽ ചെയ്യുന്നില്ല. അപ്പൊ ഇൻ ബിറ്റ്വീൻ സാധനം അതിന്റെ ഇടക്കുള്ള ഒരു സ്റ്റെപ്പ് ആയിരിക്കണം അവരുടെ മുമ്പിൽ. അതായത് ഫൈനൽ റിസൾട്ടിലേക്ക് പക്ക എത്തിക്കാതെ അതിനിടയിൽ അവർക്ക് കൺവിൻസിംഗ് സാധനം കൂടി കൊടുക്കണം. യെസ്, ഫസ്റ്റ് നമുക്ക് വേണമെങ്കിൽ ഫൈനൽ റിസൾട്ട് ചെയ്ത് നോക്കാം. അത് വർക്ക്ഔട്ട് ആണെന്ന് കണ്ടിന്യൂ ചെയ്യാം, അല്ലെങ്കിൽ ഇത് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അതിനെക്കാട്ടും ചെറിയ സാധനമൊക്കെ വെച്ചിട്ട് നമുക്ക് എക്സ്പെരിമെന്റ് ചെയ്യേണ്ട ഒരു ഭാഗമാണ് എന്ത് CT എന്നുള്ളത്. സിംപ്ലി പറയണത് ഇപ്പൊ ആഡ് കാര്യങ്ങളൊക്കെ വിടാം. ഇപ്പൊ നിർമ്മൽ എനിക്കൊരു കാര്യം ചെയ്യിപ്പിക്കണം എന്നുണ്ട്, ഇപ്പൊ ഞാൻ ആദ്യം എന്നോട് പറയണേ വന്നിട്ട് അത് ചെയ്യണില്ല, അപ്പൊ ഒന്നും ഇങ്ങോട്ട് വരുമോ എന്നൊക്കെ എന്ന് പറഞ്ഞിട്ട് ഒരാവശ്യം ഒന്നും ഇങ്ങോട്ട് പറഞ്ഞിട്ട് വിളിച്ചിട്ട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ അടിപൊളി സാധനമാണ് എന്നൊക്കെ പറഞ്ഞു. എക്സാക്ട്ലി. അപ്പൊ CT ഒക്കെ ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. ഈ ഒരു പെർഫോമൻസ് അടിപൊളി ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ആക്ച്വലി ലാസ്റ്റ് എന്ത് ആക്ഷൻ എടുപ്പിക്കണം എന്നുള്ളത് നോക്കാം. അതിന്റെ റിസൾട്ട് നോക്കിയിട്ട് അതിൽ എക്സ്പെരിമെന്റ്സ് ചെയ്യാം. AB ടെസ്റ്റ് പോലെ ഒരേ സാധനത്തിന് ഡിഫറെന്റ് ആയിട്ട് പറഞ്ഞു നോക്കാം. ഇങ്ങനെ നമ്മൾ എക്സ്പെരിമെന്റ് ചോദിക്കഴിഞ്ഞാൽ നമുക്കൊരു വിന്നിംഗ് കോമ്പിനേഷൻ കിട്ടും. ഇന്ന രീതിയിൽ കൊടുക്കുകയാണെങ്കിൽ ഇന്ന റിസൾട്ട് കിട്ടും എന്നുള്ള സൈനൊക്കെ വരും. E-commerce അങ്ങനെ സാധനങ്ങൾ കിട്ടും. ഇപ്പോൾ ഒരു എന്താ പറയാ, മുകളിൽ നല്ലൊരു റിപ്പബ്ലിക് ഡേ ഓഫർ കൊടുത്തിട്ടുണ്ട്, താഴത്ത് ബൈനോന്നുണ്ട്. ആ ആഡ് സെറ്റിനായിട്ട് ചിലപ്പോ അതിനെക്കാട്ടി വർക്ക് ചെയ്യുക എന്താ വെച്ചാൽ ഗെറ്റ് റിപ്പബ്ലിക് ഡേ ഓഫർ അല്ലെങ്കിൽ ക്ലെയിം 50% അങ്ങനെ ആവും. ലിമിറ്റഡ് ടൈം ഓൺലി, ഇങ്ങനെ അർജൻസി, നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇവിടെ എന്ത് ചെയ്യാം, ഇംപ്ലിമെന്റ് ചെയ്യാം. ഓക്കെ, അപ്പോ കവർ ചെയ്തു. ഇതില് അവയർനെസിന്റെ ഭാഗം വരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല്, അവയർനെസ് ഇപ്പൊ പറഞ്ഞ പോലെ ജസ്റ്റ് ഒരു അവയർനെസ് കിട്ടണം എന്നുള്ള ആംഗിൾ അവയർനെസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ റിസൾട്ടിന് ഇംപ്രൂവ് ചെയ്യാനും അവയർനെസ് ഒരു ഫണലിംഗ് സിസ്റ്റം ഉണ്ടാവും. അതായത് ഇത് ഇപ്പം നമ്മളിപ്പോ പറഞ്ഞ സാധനങ്ങളൊക്കെ എന്താണ് സ്ട്രൈറ്റ് ആയിട്ട് എന്ത് ചെയ്യണം, ആൾക്കാരെ മുന്നിൽ വിടുന്നു, റിസൾട്ട് എടുക്കുന്നു. അപ്പൊ ആ റിസൾട്ടിനെ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് അതിന്റെ ടോപ്പിൽ എന്ത് ചെയ്യും, ആദ്യം എന്ത് ചെയ്യും, നല്ല മാസമായിട്ട് ഒരു അവയർനെസ് ആയിട്ട് വിടും. ഇപ്പൊ ഒരു ബ്രാൻഡിനെ കുറിച്ച് ഇപ്പൊ XYZ പറഞ്ഞിട്ടുള്ള എന്റെ ബ്രാൻഡ് ആർക്കും അറിയാം, ഞാൻ നേരിട്ട് ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിസൾട്ട് ബെറ്റർ ആവും. എന്ത് ഞാൻ ചിലപ്പോൾ ഒരു ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് അവയർനെസ് ആഡ് ചെയ്ത് ആ ഓഡിയൻസിനെ ടാർഗറ്റ് ചെയ്തിട്ട് ഈ സാധനം കൊടുക്കുമ്പോൾ കുറച്ചുകൂടെ റിസൾട്ട് ചിലപ്പോൾ മെച്ചപ്പെടും. അതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടാണ് തീരുമാനിക്കേണ്ടത്. പിന്നെ ഏറ്റവും ഹ്യൂജ് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പോസ്റ്റ് ആൻഡ്രോമേഡ പ്രീ ആൻഡ്രോമേഡ എന്ന് പറഞ്ഞ കാലഘട്ടമാണ്. ആൻഡ്രോമേഡ എന്താണെന്ന് മനസ്സിലായിരിക്കുന്നത് വെച്ചാൽ ഇപ്പൊ ഈ അടുത്ത് ഫേസ്ബുക്കിൽ വന്നൊരു ബിഗ് അപ്ഡേറ്റ് ആണ് ശരിക്കും പറഞ്ഞ ആൻഡ്രോമേഡ അപ്ഡേറ്റ്. ആ അപ്ഡേറ്റ് കാരണം ഇതുവരെ നമ്മുടെ ഫേസ്ബുക്കിൽ ആഡ് ചെയ്തിരുന്ന ഒരു ആംഗിളെ മാറി വേറൊരു ആംഗിലേക്ക്, അതായത് ഏ യുഗത്തിക്ക് പോയ ഒരു ഫീലിക്ക് ഇപ്പൊ വന്നിട്ടുണ്ട് ശരിക്കും. അത് മെല്ലെ ഫസ്റ്റ് സ്റ്റെപ്പാണ്, പക്ഷെ മെല്ലെ ഓരോരോ കാര്യങ്ങളായിട്ട് വരും. അതെ, എക്സാക്ട്ലി. അതിന്റെ ഒരു മെയിൻ കാര്യം എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, ഓരോ ഓഡിയൻസിനും ഓരോ ടാബിളാക്കാന്നൊക്കെ പറയുന്നത്. പോസ്റ്റ് മുന്നത്തെ ആൻഡ്രോമേഡ വരുന്ന മുന്നൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഓഡിയൻസിന് ഓരോ ആഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് മാത്രം ആഡ് ചെയ്താലേ റിസൾട്ട് ഉണ്ടാവും. മുമ്പത്തെ ആൻഡ്രോമേഡ സെക്ഷനിൽ വന്നതെന്ന് വെച്ചാൽ ഓരോ ഇൻട്രസ്റ്റ്, ഒരു ഇന്ന ആൾക്കാരെ ടാർഗറ്റ് ചെയ്യണമെങ്കിൽ അയാൾ എന്ത് ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരായിരിക്കും പറഞ്ഞിട്ട് ഇൻട്രസ്റ്റ് നോക്കിയിട്ട് അതിനെന്തെങ്കിലും കുറെ ആഡ് സെറ്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്തു പണ്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ അങ്ങനെ ഇപ്പൊ അതിന്റെ ആവശ്യമില്ല. ഇപ്പൊ നമ്മൾ കൊടുക്കുന്ന മെസ്സേജിൽ എന്താണ് സംസാരിക്കുന്നത്, അത് ആർക്കായിരിക്കും ഹിറ്റ് ചെയ്യുക, കുക്ക് ചെയ്യുക, ഇത് നോക്കിയിട്ട് എന്ത് ചെയ്യും, കൊടുക്കും. അപ്പൊ പണ്ടൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് പോസ്റ്ററിനും അത്ര ഇമ്പോർട്ടന്റ് ഒന്നുമില്ല, നമ്മളിപ്പോ സെറ്റ് ചെയ്യുന്നതിനനുസരിച്ചാണ് വർക്ക് ചെയ്യുക. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ ഉഷാറായി, ഒറ്റടിക്ക് വന്നോന്നല്ല, പതുക്കെ വന്നതാണ്. പക്ഷെ ഇപ്പൊ എന്ത് ചെയ്യും, ഈ പോസ്റ്ററിൽ നമ്മളിപ്പോ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളിപ്പോ കുറച്ച് നമ്മളുടെ ഒരു ബിസിനസ് ഒരു ഇൻവെസ്റ്റ്മെന്റ് ആംഗിളിലുള്ള ഒരു ബിസിനസ് വിചാരിക്കാം. ഞങ്ങളുടെ ബിസിനസ്സിൽ ഇപ്പൊ ഒരു വില്ല വാങ്ങിയിട്ട് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ കൂടുതൽ വിൽക്കാം. അപ്പൊ നമ്മള് നമ്മളെ പരസ്യം എന്തായിരിക്കണം, വില്ല വിൽക്കാനുണ്ട് എന്നുള്ള കാര്യം. പക്ഷെ അതിലൊരു ഇൻവെസ്റ്റ്മെന്റ് ആംഗിൾ ഉണ്ടല്ലോ. ഓക്കെ, ഡയറക്ട്ലി അല്ലെങ്കിൽ ഇൻഡയറക്ട്ലിക്ക് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. അപ്പൊ നമ്മളെ പോസ്റ്ററിൽ കുറച്ച് ഗ്രാഫിന്റെ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരിലേക്ക് അത് എത്തും. പണ്ടങ്ങനെ എത്തൂലായിരുന്നു. പോസ്റ്ററിന്റെ അതായത് പോസ്റ്ററിന്റെ പോസ്റ്റർ അല്ലെങ്കിൽ വീഡിയോന്റെ കണ്ടന്റ്സ് നമ്മുടെ ഫേസ്ബുക്കിന്റെ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചിട്ട് അത് ആർക്ക് കറക്റ്റ് ആവുന്ന രീതിയിൽ ഒപ്റ്റിമൈസ് ചെയ്തിട്ട് ആ വീഡിയോ എത്തിക്കുന്ന ലെവലിൽ നമ്മുടെ ആൻഡ്രോമേഡ അപ്ഡേറ്റിന് ശേഷം ഫേസ്ബുക്കിന്റെ അല്ലെങ്കിൽ മെറ്റ ആഡ്സ് മാറിയിട്ടുണ്ടെന്നാണ്. അത് പിക്സൽ ബേസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ആൾക്കാർ ഇത് മനസ്സിലായി, ആൾക്കാരല്ല മനസ്സിലാക്കി. നമ്മളിപ്പോ ChatGPT ഫോട്ടോ ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ ഉത്തരം വരും. ഫോട്ടോയിലുള്ള ടെക്സ്റ്റ് മനസ്സിലാക്കിയിട്ടൊക്കെ വരുന്നുണ്ടല്ലോ. ഇമേജ് കണ്ടിട്ട് ഇമേജ് എഡിറ്റ് ചെയ്യുന്നത്. കാരണം ഇമേജ് നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന ഇമേജിന് അത്രയും പിക്സൽ ഫോക്കസ്ഡ് ആയിട്ട് പഠിച്ചിട്ട് ഇത് ആരായിരിക്കും കൺസ്യൂം ചെയ്യുക, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ 4 പില്ലേഴ്സ് സ്ട്രോങ് ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ പണ്ടത്തിനെക്കാട്ടും കൂടുതൽ റിസൾട്ട് ആഫ്റ്റർ ആൻഡ്രോമേഡ ഉണ്ട്. ഇപ്പൊ പലപ്പോഴും ആൻഡ്രോമേഡ വന്നതിന് ശേഷം റിസൾട്ട് കുറഞ്ഞെന്ന് പറയാനുള്ള കാരണം ഈ പില്ലേഴ്സിന്റെ ലാഗാണ്. പണ്ട് എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ അതിക്ക് അങ്ങനെ അടിച്ചു വിടുന്നുണ്ടെങ്കിൽ ഇപ്പൊ കണ്ടന്റ് ഉണ്ടെങ്കിലാണ് കൂടുതൽ വിടുക, കൂടുതൽ റിസൾട്ട് വരും. ഈ സാധനങ്ങൾ അപ്പൊ പിന്നെയുള്ള മെയിൻ സാധനം ഓവറോൾ വർക്ക് ചെയ്യുന്ന ഒരു സാധനം ആയതുകൊണ്ട് തന്നെ ബോണസ് പോലെ
പറയാണ് നമ്മളെ ബിസിനസ്സിൽ വാല്യൂ പ്രൊപ്പോസിഷൻ പറയുമ്പോൾ ഒരു പെയിൻ ആൻഡ് സൊല്യൂഷൻ ആയിരിക്കുമല്ലോ ഉണ്ടാവുക. അത് അങ്ങനെ തന്നെ കാണിച്ചിട്ടുള്ള ആഡുകൾ നല്ല രീതിയിൽ വർക്ക് ചെയ്യും. ഞാൻ എപ്പോഴും എന്റെ ഞാനൊരു ഡ്രോപ്പ് ഷിപ്പിംഗ് ചാനൽ അപ്പൊ എല്ലാവരോടും പറഞ്ഞ സാധനമാണ് ആ ഒരു സാധനത്തിന്റെ ഒരു ബെനിഫിറ്റ് അല്ലെങ്കിൽ ആ ഒരു സാധനം ഒരാളുടെ ലൈഫിൽ എന്തെങ്കിലും പ്രോബ്ലം സോൾവ് ചെയ്യണം, ആ പ്രോബ്ലം എടുത്ത് കഴിഞ്ഞാൽ തന്നെ പ്രോബ്ലം പെയിനും മാക്സിമം ഇപ്പൊ നമ്മളിപ്പോ ഇങ്ങനെ ഉണ്ടല്ലോ കമ്പാരിസൺ, ഇതായിരുന്നു ഇപ്പത്തെ അവസ്ഥ, ഇതായിരുന്നു ഇപ്പൊ അവസ്ഥ, അങ്ങനെ വിഷ്വലിലൊക്കെ കാണിക്കുക. അതായത് ഇപ്പൊ ബെഡിന്റെ ആണെങ്കിലും ഉറക്കമില്ലാതെ നിൽക്കുന്ന ഒരാള് ഇപ്പുറത്ത് ഉറക്കം വരുന്ന ഒരാള്. അപ്പൊ ഇതൊക്കെ നല്ല രീതിയിൽ എന്ത് ചെയ്യും, ആൻഡ്രോമേഡ ആണെങ്കിലും അല്ലെങ്കിൽ ഹ്യൂമൻ സൈക്കോളജിക്കലാണെങ്കിലും ഓക്കെ എനിക്ക് വേണ്ടത് ഇതാണ്, ഞാൻ ഇപ്പോൾ ഉള്ള ഇവിടെയാണ്, അപ്പുറത്തേക്ക് എത്തണം, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ സബ് കോൺഷ്യസ്ലി വർക്ക് ചെയ്തിട്ട് അത് ഹിറ്റ് ചെയ്യാൻ നല്ല ഇമ്പോർട്ടൻ്റ് ആണ്. ഇത്രയും കാര്യങ്ങളാണ് അപ്പൊ നമ്മളിപ്പോ മൊത്തത്തിൽ കവർ ചെയ്ത സംഭവം വെച്ചാൽ മെറ്റാഡ്സിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കസ്റ്റമർ സൈക്കോളജി ഇമ്പോർട്ടൻസ് സെക്ഷൻ. അതായത് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഒരു ബിസിനസിന് ഒരു പ്രത്യേക കുറെ വാല്യൂസ് ഉണ്ടാവും, കുറെ ടാർഗറ്റ് ഓഡിയൻസ് ഉണ്ടാവും. അതിനനുസരിച്ച് നമ്മളൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്തിട്ട് ഓരോ വാല്യൂസ് ഓരോ ടാർഗറ്റ് ഓഡിയൻസിൽ എങ്ങനെ നമുക്ക് ടാർഗറ്റ് ചെയ്യാൻ പറ്റും നോക്കുക. അതിന് 4 തരത്തിലുള്ള പില്ലേഴ്സ് നമ്മൾ കറക്റ്റ് പറഞ്ഞു. ആ പില്ലേഴ്സ് പ്രകാരം യൂസ് ചെയ്യുകയാണെങ്കിൽ പുതിയതായി വന്നിട്ടുള്ള ആൻഡ്രോമേഡ അപ്ഡേറ്റ് പ്രകാരം നല്ല രീതിയിൽ നമുക്ക് മാർക്കറ്റ് ചെയ്തിട്ട് നമ്മുടെ സെയിൽസ് ജനറേറ്റ് ചെയ്യാനോ ലീഡ്സ് ജനറേറ്റ് ചെയ്യാനോ കൺവേർഷൻസ് കിട്ടാനോ ചാൻസസ് ഹൈ ആണ്. ഓക്കെ, ഇപ്പോൾ മെറ്റാഡ്സിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. മെറ്റാഡ്സ് കഴിഞ്ഞാൽ അതിനെക്കാട്ടി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതും പവർഫുൾ ആയിട്ടുള്ള ഒരു ഏരിയയാണ് ലാൻഡിംഗ് പേജ് എന്നുള്ളത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ മെറ്റാഡ്സിൽ നമ്മൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് ഒരാളെങ്ങട്ട് നമ്മൾ വലിച്ചിടണം. അയാൾ വാങ്ങണോ വേണ്ടോ തീരുമാനിക്കുന്നത് അതിന് ശേഷമാണ്. നമ്മൾ നാളെ മുന്നത്തെ എപ്പിസോഡിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്തു, നമ്മളെ എൻക്വയറി ചെയ്തു, ഉള്ളിലേക്ക് കയറി ഇങ്ങനെ ഡിസിഷൻ എടുക്കുന്ന ഭാഗത്ത് വർക്ക്ഔട്ട് ചെയ്യുന്ന. ഇപ്പൊ ഒരു നോർമൽ സിനാരിയോയില് ഇപ്പൊ ഒരു കടയിലേക്ക് ഒരാൾ വന്നു കഴിഞ്ഞാൽ അവിടുത്തെ സെയിൽസ്മാന്റെ പവർ അനുസരിച്ചായിരിക്കും ആൾ വാങ്ങണോ വാങ്ങണ്ടേ എന്നുള്ള ലെവലിലേക്ക് എത്തുണ്ടാവുക. അപ്പൊ അങ്ങനെ അടിപൊളിയായിട്ട് 24 hour വർക്ക് ചെയ്യുന്ന ഒരു ടോപ്പ് സെയിൽസ്മാന്റെ ഫലം ചെയ്യും എന്ത്, ഒരു ലാൻഡിംഗ് പേജ്, നല്ല വൃത്തിക്കുള്ള ലാൻഡിംഗ് പേജ് ഉണ്ടെങ്കിൽ. അപ്പൊ ഈ ലാൻഡിംഗ് പേജിന്റെ ഇമ്പോർട്ടൻസ് അതാണ്. അപ്പൊ ഈ ലാൻഡിംഗ് പേജ് എന്തുകൊണ്ടാണ് ഇമ്പോർട്ടന്റ് എന്നും ആ കസ്റ്റമർ സൈക്കോളജി പ്രകാരം എങ്ങനെ ഒരു ലാൻഡിംഗ് പേജിന്റെ കാര്യങ്ങൾ നമ്മൾ ശരിയാക്കണം എന്നുള്ള കാര്യങ്ങളും ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ പറയും. അപ്പൊ അതിന് മുമ്പായിട്ട് ഈ വീഡിയോ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഉപകാരമായി പെട്ടിട്ടുണ്ടെങ്കിൽ എന്നെയും റബീന്റെയും താഴെ അക്കൗണ്ട് കൊടുത്തിട്ടുണ്ട്, ഫോളോ ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഡൗട്ട്സ് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമന്റിൽ രേഖപ്പെടുത്തുക. അപ്പൊ ഈ ഒരു ടോപ്പിക് ഇവിടെ എൻഡ് ചെയ്യാണ്. നമ്മൾ അടുത്ത വീഡിയോയുമായിട്ട് അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും. അതുവരേക്കും ഗുഡ് ബൈ.